ലോകമുറ്റുനോക്കുന്ന ഒരു വലിയ നയതന്ത്ര വഴിത്തിരിവിനാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്ക മുട്ടുമടക്കിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച 10 സമാധാന പദ്ധതി അഥവാ 10 പോയിന്റ് പ്ലാൻ അംഗീകരിക്കാൻ വാഷിംഗ്ടൺ നിർബന്ധിതമായെന്നാണ് ടെഹ്റാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. വർഷങ്ങളായി ഇറാനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്ന എല്ലാ ഉപരോധങ്ങളും നീക്കം ചെയ്യപ്പെട്ടതായും രാജ്യം ഇത് വലിയ വിജയമായി ആഘോഷിക്കുകയാണെന്നും വാർത്തകൾ പുറത്തുവരുന്നു. ഈ നിർണായക നീക്കത്തിന് പിന്നിൽ അയൽരാജ്യമായ പാകിസ്ഥാന്റെ ശക്തമായ മധ്യസ്ഥതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചതോടെയാണ് ഈ 10 പ്ലാനിംഗ് കാര്യങ്ങൾ പുറത്തെത്തിയത്. അമേരിക്കയുമായുള്ള കടുത്ത സൈനിക ഏറ്റുമുട്ടലിൽ തങ്ങൾ വിജയിച്ചുവെന്നാണ് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അവകാശപ്പെടുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച പദ്ധതിയിൽ അമേരിക്ക അംഗീകരിച്ചുവെന്ന് പറയപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ നോക്കിയാൽ ഇറാന് മേൽ ചുമത്തിയിരിക്കുന്ന പ്രാഥമികവും ദ്വിതീയവുമായ എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും പിൻവലിക്കും. മേഖലയിലെ സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്കയുടെ പോരാട്ട വീര്യമുള്ള സേനയെ ഘട്ടം ഘട്ടമായി പിൻവലിക്കും. തങ്ങളുടെ ആണവ പദ്ധതിയുടെ ഭാഗമായി യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ഇറാന്റെ അവകാശം അമേരിക്ക അംഗീകരിച്ചു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഞാടിഞരമ്പായ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ തന്നെ തുടരും. ഇനി മുതൽ ഈ പാതയിലുള്ള കപ്പൽ ഗതാഗതം ഇറാന്റെ സായുധ സേനയുമായി ഏകോപിപ്പിച്ച് മാത്രമേ സാധ്യമാകൂ. വാർത്ത പുറത്തു വന്നതോടെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റു പ്രധാന നഗരങ്ങളിലും വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. തങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെട്ടതെന്നും അമേരിക്കൻ സാമ്രാജ്യത്തിന് മേലുള്ള വിജയമാണിതെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ സൈന്യം ഇപ്പോഴും ജാഗ്രതയിലാണ്. ശത്രുവിന്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു പിഴവുണ്ടായാൽ പോലും തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ വിജയവാർത്തകൾ ആഘോഷിക്കുമ്പോഴും വാഷിംഗ്ടണിൽ നിന്ന് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കരാറിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് അമേരിക്കൻ വൃത്തങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഏപ്രിൽ 10 ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്ന 2ാം ഘട്ട ചർച്ചകൾക്ക് ശേഷം മാത്രമേ സമാധാന കരാറിന്റെ ഭാവി വ്യക്തമാകൂ. ഈ കരാർ യാഥാർത്ഥ്യമായാൽ അത് ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇറാൻ ഇസ്രായേൽ യുദ്ധം പശ്ചാത്തലത്തിൽ ഈ വെടിനിർത്തലും സമാധാന നീക്കവും ലോകത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ഈ 10 പ്ലാൻ ശാശ്വത പരിഹാരമാകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണം ഇതിൽ നിർണായകമാണ്.